കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ചികിത്സാ സഹായ സമിതിയുടെ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളെ ഏവരെയും ആദ്യമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 42 വയസ്സുകാരിയായ ഷാജിദ കഴിഞ്ഞ 4 വർഷമായി ഗുരുതരമായ കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസ് ചെയ്താണ് അവരുടെ ജീവൻ നിലനിർത്തി വരുന്നത്. രോഗത്താൽ അവശയായ ഷാജിദക്ക് ഇനിയും ഡയാലിസിസിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ വളരെ പ്രയാസമാണെന്നും ഇവരുടെ രോഗശാന്തിക്ക് കിഡ്നി അടിയന്തരമായി മാറ്റിവെക്കുകയാണ് പരിഹാരമെന്നും ചികിത്സിക്കുന്ന ഡോക്ടർ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ കിടപ്പ് രോഗിയായ ഉമ്മയും മാനസിക വൈകല്യമുള്ള മകനും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ ഷാജിദയുടെ ഭർത്താവ് ഹനീഫക്ക് കൂലിപ്പണിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രം ഉമ്മയുടെയും മകൻ്റെയും ചികിത്സക്കുള്ള വക പോലും കണ്ടെത്തുവാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ്. ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനമായ ഹനീഫ നിലവിൽ ഷാജിദയുടെ ചികിത്സക്കും ശസ്ത്രക്രിയക്കും ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഹനീഫയും കുടുംബത്തിൻ്റെയും ദയനീയ സ്ഥിതി മനസ്സിലാക്കി ഈ സഹോദരിയുടെ ശസ്ത്രക്രിയക്കും അനുബന്ധ ചികിത്സക്കും ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് ഫൈസൽ ബാഫക്കി തങ്ങൾ ചെയർമാനായി ഷാജിദ ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുള്ളതാണ്. ഈ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി ഷർഫുദ്ദീൻ, ട്രഷററായി മുഹമ്മദ് ഫൈസൽ, കൺവീനറായി ഷമീറിനെയും ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിവിധ സംഘടന, ക്ലബ്ബ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് വ്യക്തിത്വങ്ങൾ തുടങ്ങി ഷാജിദയുടെ ചികിത്സയ്ക്ക് പിന്തുണ നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഈ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്ന ഉദ്ദേശങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മളെ ഷാജിദാക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അല്ലേ. ഷാജിദാൻ്റെ മോനിവിടെ ഉണ്ടോ? ആ കുട്ടിയോടെ പോയി ആ മോനെല്ലാവർക്കും അറിയാനാണ് അല്ലേ. ഞാൻ മോനൊരു കസാര ഇതാണ് ഷാജിദാൻ്റെ ഇവിടെ ഇരിക്കണം ഒരു മോനാണിത് ഷാജിദാൻ്റെ. നമുക്കറിയാം എങ്ങനെയാണ് ഈ കുട്ടീൻ്റെ സ്ഥിതി എന്നുള്ളത് എല്ലാവർക്കും അറിയാനാണ്. നമ്മളെ കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു കുട്ടി ഉണ്ടായാൽ നല്ല ക്വാളിറ്റി തന്നെ ആണെങ്കിൽ തന്നെ നോക്കി നടത്താൻ വലിയ പണിയാണ്. അള്ളാഹു പലർക്കും പരീക്ഷണങ്ങളും തരും. ഓരോ രീതിയിലുണ്ടാവും. സാമ്പത്തികമായിട്ടുള്ളവർക്കും സാമ്പത്തികമായിട്ടില്ലാത്തവർക്കുമൊക്കെ പരീക്ഷണങ്ങൾ ഒരുപാട് തരും. അതുപോലൊരു മോന് ആ വീട്ടിലുണ്ടായിട്ട് ഇവനും ഞാൻ നല്ല ഫ്രണ്ടാണ്. എന്നെ ഒന്നരാടം ഇങ്ങനെ വിളിക്കും. എന്നിട്ടിങ്ങനെ ചോദിക്കും അല്ലേ, ചോദിക്കൂലേ, ഇന്നിങ്ങനെ വിളിക്കുവാന്. അപ്പോൾ എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുള്ളൂ. പൂർണ്ണമായിട്ട് ബുദ്ധിസ്ഥിരത ഇല്ല. എങ്ങനെയാണ് ഓൻ ജീവിച്ചു പോകണമെന്ന് അറിയില്ല. ഇപ്പോൾ ഓൻ്റെ ഉമ്മ ഇങ്ങനെ ആയപ്പോൾ പിന്നെ ഓനെ നോക്കാൻ ആരുമില്ല. പിന്നെ ഓൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഓൻ്റെ വല്യമ്മയായിരുന്നു. വല്യമ്മ 4 മാസം മുമ്പ് കിടപ്പിലാണ്, ഫുള്ള് ബെഡിലാണ്. വല്യമ്മ എണീക്കാൻ പറ്റാതെ ഓപ്പറേഷൻ ചെയ്ത് വീട്ടിലാണ്. അപ്പോൾ ഇവനെ നോക്കാനൊരു ഉമ്മ നോക്കുന്നത് പോലെ ആരും നോക്കിയാലും എന്താവില്ല. ഇതുപോലുള്ള കുട്ടികളെ നോക്കിയാൽ എത്തൂല. ഒരിക്കലും ഒരു ഉമ്മ നോക്കണമാതിരി എത്തൂല. അപ്പോൾ ഇപ്പം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കും ഉമ്മ എന്നാണ് ആകെ ആ വാക്കൊക്കെയാണ് പറയുള്ളൂ, ഉമ്മ. പിന്നെ തങ്ങളെന്ന് പറയും അല്ലേ, തങ്ങളെന്ന് പറയല്ലേ, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇവനായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. കാരണം കുറേ കാര്യങ്ങളങ്ങനെ പറയും. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് കൂടിയിട്ടുള്ളത് ഇവൻ്റെ ഉമ്മാനെ തിരിച്ചു കൊണ്ടുവരാനാണ്. ഇവൻ്റെ ഉമ്മാക്ക് അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ പൊന്നാനിയിൽ ഞാനിത് 9ാമത്തെ രോഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. എല്ലാം അള്ളാഹു പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്, ഒന്നും പരാജയപ്പെട്ടിട്ടില്ല. ഇതും അതുപോലെ ആക്കി തെറ്റെന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നീട്ടിപ്പരത്തി ഞാൻ പ്രസംഗിക്കില്ല. എന്തായാലും നമുക്കൊക്കെ രോഗം വരും, നമ്മളൊക്കെ മരിക്കും.
മരണം നമുക്ക് എന്നും ഉറപ്പുള്ള കാര്യമാണ് അല്ലേ? നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യം മരണം മാത്രമാണ്. നമ്മളിന്ന് ഹാളിൽ വരാൻ തീരുമാനിച്ചതും ഇത് കഴിഞ്ഞാൽ പോകാൻ ഇതൊക്കെ നമ്മൾ തീരുമാനങ്ങളാണ്. പക്ഷെ നമുക്ക് ഉറപ്പുള്ളത് മരണം മാത്രമാണ്. മരിക്കുന്നതിനുള്ളിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റിയാൽ അത് അള്ളാഹു സ്വീകരിക്കും. നമ്മളെ പ്രതീക്ഷ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും സാജിദയുമായി ബന്ധപ്പെട്ട ഈ 22 ലക്ഷം റുപ്യ ഓപ്പറേഷന് 7 ലക്ഷം റുപ്യയും പ്ലാസ്മ മാറ്റിവെക്കാൻ 3.5 ലക്ഷം റുപ്യയും വേണം. പിന്നെ ആ ഓപ്പറേഷൻ ചെയ്ത ആൾക്ക് ഒരു 1.5 വർഷം റെസ്റ്റ് ഉണ്ട്. അവർക്കൊരു എമൗണ്ട് കൊടുക്കണം. അതിന് പുറമെ ഇവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വലിയൊരു ചികിത്സ ആവശ്യമാണ്. അങ്ങനെ മൊത്തം കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ആ എമൗണ്ട് ഇട്ടിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ കമ്മിറ്റി കൂടുമ്പോൾ ഇതേപോലെ കൂടി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എല്ലാവരും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ തീരുമാനങ്ങളെല്ലാവരും കറക്റ്റാക്കി നടപ്പാക്കിയാൽ ഈ കുടുംബം രക്ഷപ്പെട്ടു പോകും. ഈ ഹാളിൽ കയറി എല്ലാവരും ആ ഗ്രൂപ്പിൽ ആഡായിട്ടുണ്ടോ? എല്ലാവരും ആ ഗ്രൂപ്പിൽ ആഡായിട്ടുണ്ട്. ഗ്രൂപ്പിൽ ഞാൻ ആഡാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആ ഗ്രൂപ്പിൽ ആഡാവാത്തൊരാൾക്ക് എല്ലാവരും ഒന്ന് ഓപ്പണാക്കി വെക്കുക. ആ ഗ്രൂപ്പൊന്ന് എല്ലാവരും ഓപ്പണാക്കി വെക്കുക. നമ്മളെ വന്ന കാര്യം നടക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. നമ്മളെ ഉദ്ദേശം നടക്കണമെങ്കിൽ ആ ഗ്രൂപ്പൊന്ന് എല്ലാവരും ഓപ്പണാക്കി വെക്കുക. നാസർ ഓപ്പണാക്കണം. എല്ലാവരും ആ ഗ്രൂപ്പൊന്ന് ഓപ്പണാക്കി വെക്കും. ഗ്രൂപ്പിൽ ഒരു പോസ്റ്റർ വരും. ഒരു പോസ്റ്റർ, ആ പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കണം? കേൾക്കണ്ട? ആ പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം. ആ സ്റ്റാറ്റസ് വെക്കേണ്ട ഒരു കമൻ്റ് ഉണ്ട്. ആ കമൻ്റ് താഴത്ത് എഴുതി വിടും. ഒരു പോസ്റ്റർ വന്നില്ലേ? ആ പോസ്റ്റർ നിങ്ങളെല്ലാവരും എന്താക്കണം? സേവ് ചെയ്യണം. നിങ്ങൾ സേവ് ചെയ്യണം. അത് നെക്കിക്കഴിഞ്ഞാൽ പൈസമ്മക്ക് കിടക്കും അല്ലേ? അത് തൊടുമ്പോൾ പൈസ പോകാൻ എല്ലാവരും ഗ്രൂപ്പിലും വന്നില്ല. അത് സ്റ്റാറ്റസ് കമൻറ്റ് എന്നിട്ട് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടാവും, എല്ലാവരും സഹായിക്കുക എന്നുള്ളത്. വന്നാ പോയോ? ഈ പോസ്റ്റർ സേവ് ചെയ്യണം എല്ലാവരും. അറിയാത്തവർ ചോദിക്കണം കേട്ടോ, ചോദിക്കണേ. ുള്ളൂ നമ്മളീ വന്ന 10-15 ആൾ ചെയ്താലൊന്നും വിജയിക്കൂല കേട്ടോ. ആ കമൻറ്റ് അതിൽ പേസ്റ്റ് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ ആ കമൻറ്റ് ഇട്ടാൽ മതി. അടിയിൽ ആ പോസ്റ്ററിൻ്റെ കൂടെ കമൻറ്റ് ഇടണം. എല്ലാവരും സ്റ്റാറ്റസ് വെച്ചോരൊന്ന് കൈ പൊന്തിച്ചാണ്. സ്റ്റാറ്റസ് വെച്ചോര് ഇഷ്ടംപോലെ ആൾ വെക്കാണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾ വെക്കാണ്ട്. അറിയാത്തവർ ചോദിക്കട്ടോ, ചോദിക്ക് ഗ്രൂപ്പിലേക്ക്. നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവും, കുടുംബ ഗ്രൂപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലാസ്മേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, പല ഗ്രൂപ്പ് ഉണ്ടാവും. എല്ലാവരും ഷെയർ ചെയ്യട്ടാ. അത് മറ്റുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യട്ടാ. ഒരു 10 ഗ്രൂപ്പിലേക്ക്, ചുരുങ്ങിയതൊരു 10 ഗ്രൂപ്പിലേക്ക് ചെയ്യട്ടാ. പത്ത് ഗ്രൂപ്പിലേക്ക് ചെയ്യേ. പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, 10 ഗ്രൂപ്പിലേക്ക് ചെയ്യും.
10 ഗ്രൂപ്പിലേക്ക് ചെയ്യട്ടാ. ചെയ്തു കഴിഞ്ഞാ കഴിഞ്ഞവരൊന്ന് കൈ പൊന്തിക്കട്ടാ. ആകെ 2 ആളായിട്ടുള്ളൂ. ഇഷാദെ അവരൊക്കെ ഷെയർ ചെയ്യണ്ട. എല്ലാവരും ചെയ്താലാണ്ടത് വിജയിക്കുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചാൾ ചെയ്തോളെന്ന് പറഞ്ഞാൽ വിജയിക്കൂല. എന്നിട്ട് ഷെയർ ചെയ്ത ഗ്രൂപ്പിൽ നിങ്ങൾ അതിൻ്റെ അടിയിൽ എഴുതി വിടണത് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കണം കേട്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ഒന്ന് സ്റ്റാറ്റസ് വെക്കണം എന്ന് പറയണം കേട്ടോ. ഷെയർ ചെയ്ത ഗ്രൂപ്പിൽ ആ ഷെയർ ചെയ്ത ഗ്രൂപ്പിൽ ഒന്ന് എല്ലാവരും അടിയിൽ എഴുതി വിടണം. ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഇതൊന്ന് സ്റ്റാറ്റസ് വെക്കണം എന്ന് എഴുതണം കേട്ടോ. സ്റ്റാറ്റസ് വെക്കണം എന്ന്, അടിയന്തരമായി സ്റ്റാറ്റസ് വെക്കണം എന്ന്. ഒന്ന് സ്റ്റാറ്റസ് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളൊന്ന് സ്റ്റാറ്റസ് വെക്കണട്ടാന്ന് പറഞ്ഞിട്ട് പറയണം. സ്റ്റാറ്റസ് വെക്കണം എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതണം കേട്ടോ. ഷെയർ ചെയ്താ എല്ലാവരും 10 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്താ? കോയമാഷ് പോവല്ലേ? ആരും പോവല്ലേ കേട്ടാ. ആയിട്ടുള്ളൂ കേട്ടോ. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ രോഗിയെ സഹായിക്കാൻ എല്ലാവരും ഇതൊന്ന് സ്റ്റാറ്റസ് വെക്കണേന്ന് പറഞ്ഞിട്ട്. ഇല്ലല്ലേ? സ്റ്റാറ്റസ് ആക്കിട്ടാ പോവല്ലിട്ടാ. ആരും പോവല്ലിട്ടാ. എല്ലാവരും ഒന്ന് സഹകരിക്കണേ. മതി. ഈ സ്ലിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എല്ലാവരും സൈഡിലേക്ക് കിട്ടാ. മാറിക്ക് കുറേ ഗ്രൂപ്പിൽ അംഗങ്ങളാണല്ലോ അല്ലേ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കട്ടാ. നമ്മളെ ചെയർമാൻ എത്തിയിട്ടുണ്ട്. സ്ലിപ്പ് കിട്ടിയിട്ടില്ലേ? സ്ലിപ്പ് കിട്ടിയില്ലേ? അപ്പം നമുക്കൊക്കെ കുറേ ഗ്രൂപ്പുകളുണ്ടല്ലോ അല്ലേ? ആരും ഉണ്ടല്ലിട്ടാ, പ്ലീസ് സംസാരിക്കല്ലിട്ടാ. ഇതൊന്ന് ഇനിയൊരു 10 മിനിറ്റും കൂടി ഉള്ളൂ. ഒന്ന് എല്ലാവരും സഹകരിക്കുക. 10 മിനിറ്റേ ഉള്ളൂ. നമുക്കൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് ഒരു ഫ്ലെക്സ് വെക്കാനൊക്കെ 30,000 ഉറുപ്പ്യാണ് അല്ലെങ്കിൽ 50,000 ഉറുപ്പ്യൊക്കെയാണ് ഓരോ ഗ്രൂപ്പ് പിരിച്ചിരുന്നത് അല്ലേ? ഓരോ ഗ്രൂപ്പിൽ നമുക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പുണ്ട്, കുടുംബ ഗ്രൂപ്പുണ്ട്, അതേപോലെ തന്നെ പല രീതിയിലുള്ള നമ്മളെ നാട്ടിലത്തെ പല ഗ്രൂപ്പുകളുണ്ട്. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു 10,000 ഉറുപ്പ്യ പിരിക്കാൻ വലിയ പണിയില്ല. ഒരു 10,000 ഉറുപ്പ്യ പിരിക്കണമെങ്കിൽ തീരെ പണിയില്ല. നമ്മൾ ഓരോരുത്തർ 200 ഉറുപ്പ്യ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് 10,000 ഉറുപ്പ്യ പിരിക്കാൻ പറ്റും. ഗ്രൂപ്പിൽ നിന്ന് 10,000 ഉറുപ്പ്യ പിരിക്കാൻ പറ്റും. ഉറപ്പാണ്. ഒരു ഗ്രൂപ്പിൽ ഈ ചികിത്സൻ്റെ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഉറുപ്പ്യ എന്തായാലും നമുക്ക് എന്താക്കാൻ പറ്റും? പിരിക്കാൻ പറ്റും. കാരണം 200 ഉറുപ്പ്യ 100 ഉറുപ്പ്യ എടുത്താൽ മതി ഓരോ ഗ്രൂപ്പിലത്തെ മെമ്പർമാർ. അപ്പോൾ നമ്മൾ ഒരു 10,000 ഉറുപ്പ്യൻ്റെ ഷെയർ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 10,000 ഉറുപ്പ്യയുടെ ഷെയർ. അത് കഴിയുന്ന ആളുകൾ, സ്ലിപ്പ് മേടിച്ചുകൊണ്ട് നിങ്ങൾ എഴുതണമെന്നില്ല, കഴിയുന്ന ആളുകൾ ഏതെങ്കിലും ഗ്രൂപ്പ് ഉപയോഗിച്ച് 10,000 ഉറുപ്പ്യ പിരിച്ചു തരാൻ പറ്റുന്നുള്ള ആളുകൾ, ഇനി 1 ഷെയറാ 2 ഷെയറാ 3 ഷെയറാ പറ്റുന്ന ആളുകൾ എന്താക്കണം? കഴിയുന്ന ആളുകൾ അത് ഏറ്റെടുക്കണം. എഴുതിയാൽ മതി, ഞങ്ങളെ ഒരു ഗ്രൂപ്പ് 10,000 ഉറുപ്പ്യ നിങ്ങൾക്ക് തരാൻ പറ്റും, അല്ലെങ്കിൽ 20,000 ഉറുപ്പ്യ തരാൻ പറ്റുമെന്ന്. ഞാനിവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. തുടങ്ങുമ്പോൾ മസ്കറ്റിലുള്ള പോമല്ലേ, റഹീം ഖാൻ്റെ, ലത്തീഫ് ഖാൻ്റെ, അയ്യൂബ് ഖാൻ്റെ മരുമോൻ നമ്മളെ ഗ്രൂപ്പിൽ ഒരു 25,000 ഉറുപ്പ്യ മൂപ്പർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. 25,000 ഉറുപ്പ്യ നമ്മളതിന് വേണ്ടിയിട്ട് മൂപ്പർ ഇപ്പോൾ തന്നെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ അതുപോലെ ഗ്രൂപ്പുകൾ പിരിക്കാൻ ഇപ്പം നിങ്ങൾ പൈസ തരണമെന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിരിച്ചിട്ട് എന്താക്കിയാൽ മതി? നമ്മൾ ഏൽപ്പിച്ചാൽ മതി. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിരിച്ചിട്ട് ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾ ഗ്രൂപ്പിലിടാണ്. ഇങ്ങനെ നമുക്കൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 10,000 ഉറുപ്പ്യ 20,000 ഉറുപ്പ്യ പിരിക്കണം എന്ന് പറഞ്ഞ ഗ്രൂപ്പിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഫ്രണ്ട്സ് ഗ്രൂപ്പുണ്ട്, എത്ര കുടുംബ ഗ്രൂപ്പുണ്ട്, നമ്മൾ അതിലൊക്കെ പല പിരിവിന് വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കണതാണ്, ഒരുപാട് ചിലവഴിക്കണതാണ്.
അപ്പോൾ ആ ചിലവഴിക്കുന്ന സമയം ഇങ്ങനെ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊരു കൂട്ടായ്മയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയ പുണ്യമായിരിക്കും അത്. അപ്പോൾ ആർക്കൊക്കെ അതിൽ പറ്റുന്ന ആളുകൾ ഇതിലെത്ര ആൾക്ക് അത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സ്ലിപ്പിൽ നിങ്ങൾ ഷെയറിൻ്റെ കണക്ക് എഴുതിയിട്ട് പേരും ഫോൺ നമ്പറും എഴുതിയിട്ട് ഇവിടെ ഏൽപ്പിക്കണം. ഷമീറുണ്ട്, ഷമീറോടെ ഷമീർ താഴത്തേക്കുന്നു, ഷമീറും നസറും ഇവിടെ നിൽക്കുന്നുണ്ട്. ആരെങ്കിലും വേണ്ട എല്ലാവരും ഷെയർ എടുത്തിട്ടുണ്ട് 10,000-ൻ്റെ. ഫിഫ ഫാൻ ഫൈറ്റ് 2 ഷെയർ 20,000-ൻ്റെ. പിന്നെ ഏതാ PGCC 4 ഷെയർ 40,000-ൻ്റെ 4 ഷെയർ എടുത്തിട്ടുണ്ട്. PGCC ഇത് കൊടുന്നു കൊടുക്കണം കേട്ടോ, ഇത് എഴുതി വെക്കണം കേട്ടോ. ഷമീർ എഴുതണം കേട്ടോ. ഏറുമാടം കടവനാട് 13,000 റുപ്യ കൊടുത്തിട്ടുണ്ടല്ലേ? അതെ 13,000 റുപ്യ ഏറുമാടം. അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾക്ക് ഇപ്പോൾ പെണ്ണുങ്ങളെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും. അതിലൊക്കെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഒരു 10,000 റുപ്യ ഈ കുട്ടിക്ക് വേണ്ടി പിരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ സ്ലിപ്പ് ഇപ്പം തന്നെ പറയുക. ഉണ്ടാ ഇനി സ്ലിപ്പ് ആരാണ്? PMA വണ്ടിപ്പേട്ട 10,000 ഒരു ഷെയർ. PMA വണ്ടിപ്പേട്ട. ചാണയത്തെ പള്ളി ഒരു ഷെയർ 10,000-ൻ്റെ ചാണയത്തെ പള്ളി ഷെയർ. ബഷീർക്ക ഒരു ഷെയർ 10,000-ൻ്റെ ഷെയർ അവിടെ എഴുതി വെക്കണം കേട്ടോ. ഇനി ആരല്ലേ? ബഷീർക്ക് ഒരു ഷെയർ. ആളുകൾ പറയട്ടാ, നമ്മളെ ഗ്രൂപ്പുകളിൽ നമുക്കറിയാം നമ്മളൊക്കെ എന്തിനു വേണ്ടി ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടോ. സലീം ഒരു ഷെയർ 10,000-ൻ്റെ. കബീർ MI ഓർഫനേജ് ഗ്രൂപ്പ് 10,000 ഒരു ഷെയർ. ഇത് കൊടുക്കട്ടാ. ഷാജിമോൻ ഒരു ഷെയർ. ഷാജിമോൻ്റെ ഒരു ഷെയർ ഉണ്ട്. നമുക്ക് അമീൻ ഫാറൂഖി മാഷ് 5 ഷെയർ 1 ലക്ഷം റുപ്യേൻ്റെ ഷെയർ എടുത്തിക്കണ്. മാഷാ അല്ലാ 1 ലക്ഷം റുപ്യേൻ്റെ 50,000 റുപ്യേൻ്റെ ഒരു ഷെയർ എടുത്തിട്ടുണ്ട്. അംഗനവാടി പ്രവർത്തക ഒരു ഷെയർ 10,000-ൻ്റെ. അംഗനവാടി പ്രവർത്തകർ 10,000 റുപ്യേൻ്റെ. വരിട്ടാ, പറയാനുള്ളവർക്ക് പെട്ടെന്ന് പറയട്ടാ. ഇത് ഇന്ന് തന്നെ പിരിച്ചു തരണമെന്നില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടോ കിട്ടിയാൽ മതി. ISS പൊന്നാനി 2 ഷെയർ 20,000-ൻ്റെ 2 ഷെയർ. നിസാർ 10,000-ൻ്റെ ഒരു ഷെയർ. ഇതാ ബ്ലൂബേർഡ്സ് ക്ലബ്ബ് 10,000-ൻ്റെ ഒരു ഷെയർ. ബ്ലൂബേർഡ്സ് ക്ലബിൻ്റെ വക 10,000-ൻ്റെ ഒരു ഷെയർ എഴുതി വെക്കട്ടോ. കിട്ടുന്നതൊക്കെ എഴുതി വെക്കേ. ബ്ലൂബേർഡ്സ് ക്ലബ്ബ് ഇതാരാണ്? RV പ്രദേശൻ ഫാമിലി ഗ്രൂപ്പ് 10,000 ഒരു ഷെയർ ഇട്ടാ. RV പ്രദേശൻ ഫാമിലി. പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല കേട്ടാ, പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് വരുന്നില്ല. നിങ്ങൾ അബ്ദുൽ മനാഫ് ഒരു ഷെയർ 10,000-ൻ്റെ ഒരു ഷെയർ. റെസീറ്റൊക്കെ തരും കേട്ടോ. അങ്ങക്കൊക്കെ റെസീറ്റ് തരും. ഫണ്ട് തരുമ്പോൾ അതിൻ്റെ റെസീറ്റ് തരും. ഇനി നിങ്ങൾക്ക് പിരിക്കണം എന്നുള്ളവർക്ക്, വലിയ എമൗണ്ട് പിരിക്കണം എന്നുള്ളവർക്ക് റെസീറ്റ് ബുക്ക് തരും. ഇവിടുന്ന് റെസീറ്റ് ബുക്ക് തരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഏത് മുനീർ ഇല്ലിക്കൽ 2 ഷെയർ 20,000 രൂപ കയ്യോടെ തന്നിട്ടുണ്ട്. 2 ഷെയർ 20,000 രൂപ. ഇതാ ഷമീറിൻ്റെ അടുത്ത് കൊടുക്കും, ഷമീറിൻ്റെ അടുത്ത്. പിന്നെ ഇതാ അബ്ദുൽ ഖാദർ കർമ്മ ഫോർമില്ല് 2 ഷെയർ. നമ്മളെ മില്ലിലത്തെ ഖാദർക്ക 2 ഷെയർ 20,000. പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല കേട്ടോ. ഖദീജാൻ്റെ ഭാഗം ഒരു 10,000-ൻ്റെ ഒരു ഷെയർ. 10,000-ൻ്റെ ഒരു ഷെയർ. ഖദീജ 10,000-ൻ്റെ ഒരു ഷെയർ.
ഹംസത്ത് പി വി ഒരു 1000 ഉറുപ്പ്യ, ഹംസത്ത് പി വി ഒരു 1000 ഉറുപ്പ്യ തന്നിട്ടുണ്ട്. ഷെയർ ആണെങ്കിലൊക്കെ കൊണ്ടുവരിട്ടാ. 5000 ആണെങ്കിലും ഒരു ഷെയർ തന്നെ ആവണമെന്നില്ല. ഹൈറുനിസ 5000, ഹൈറുനിസിൻ്റെ വക 5000. ഇബ്രാഹിം കെ വി MLA റോഡ്, ഇബ്രാഹിം ഖാൻ്റെ വക 5000, ഇബ്രാഹിം ഖാൻ്റെ വക 5000. സുബൈർ സലീം കൽപ്പണി, ഹനീഫാൻ്റെ സുഹൃത്ത് സുബൈർ കൽപ്പണിക്കാരൻ 10,000 ഷെയർ എടുത്തിട്ടുണ്ട്. 10,000 ഷെയർ എടുത്തിട്ടുണ്ട്. സീനത്തിൻ്റെ വക ഒരു 5000 പറഞ്ഞിട്ടുണ്ട്. സീനത്തിൻ്റെ വക. ജക്കിരിയ, നമ്മളെ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ജക്കിരിയാൻ്റെ വക 5000. നാസർ പി വി 2000 ഉറുപ്പ്യ പറഞ്ഞിട്ടുണ്ട്. നാസർ പി വി 2000. ഫ്രണ്ട്സ് ടീം ഹബ്ബ് 2000 അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാവരും നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ. ഇനി ആരെങ്കിലും പറയാണ്ടെങ്കിൽ പറയണട്ടാ. എങ്കിൽ അത് ഇവിടെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാൽ തരും. സ്റ്റാറ്റസ് വെച്ചതിൻ്റെതായിട്ട് പലരും ഫണ്ട് ഇങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട്. നെസ്റു വൺസ് മോർ 10,000 ഷെയർ റെഡി ആയിട്ടുണ്ട്. നെസ്റു വൺസ് മോർ. പെണ്ണുങ്ങളൊന്നും കൂടിയും. റജില 10,000 ഷെയർ റെഡി ആയിട്ടുണ്ട്. റജില. അതുപോലെ തന്നെ ഷഫീല 5,000 ഷെയർ. ഷഫീല 5,000 ഷെയർ. നമ്മളെല്ലാവരും കൂടിയും കൂട്ടിപ്പിടിച്ചാലാണ് ഈ കുടുംബം രക്ഷപ്പെടുള്ളൂ. എല്ലാവരും സഹായിക്കണം. സാജിദ ചികിത്സ സഹായ സമിതിയുമായി ബന്ധപ്പെട്ട് അവരുടെ ചികിത്സ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഇത്തരത്തിലുള്ള വലിയൊരു അസുഖങ്ങളൊക്കെ പിടിപെട്ടല്ല അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നല്ലവരായ നമ്മളുടെ എല്ലാവരുടെയും ഇടപെടലുകൾ ആവശ്യമാണ്. ഇനിയും മറ്റുള്ളവരിലേക്ക് കൂടി ചികിത്സ ധനസഹായം എത്തിക്കുന്നതിന് എല്ലാവരുടെയും ഇടപെടലുകൾ ഉണ്ടാവണം. നമുക്കെല്ലാവരും ഒരുമിച്ച് ഇവരെ സഹായിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചു. നമ്മുടെ ഏറെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ സഹോദരി സാജിദയുടെ ചികിത്സാ സഹായവുമായിട്ടാണ് ഇന്ന് പൊന്നാനിയിലെ കനിവുള്ളവരും കരുതലുള്ളവരും എല്ലാം ഒന്നിച്ചു ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ദൗത്യം നമുക്ക് മഹാവിജയമാക്കി മാറ്റണം. പൊന്നാനി ഇത് കേവലം ഒരു സാമ്പത്തിക സഹായം എന്നതിലേക്കപ്പുറത്തേക്ക് പൊന്നാനി നാടിന് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതിരോധമാണ് എന്ന് ഈ നാടിന് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ സാധ്യമാകും. അതാണ് ഇവിടെ നിങ്ങളെല്ലാവരും ഉയർത്തിയത്. ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ച ഇതിൻ്റെ സഹായ കമ്മിറ്റിയെയും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്ന എല്ലാ അർത്ഥത്തിലുള്ള സഹായവും നമ്മളിലുള്ള എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാകണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി. നമുക്കിടയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി ഷാജിദയുടെ ചികിത്സ ആവശ്യാർത്ഥമുള്ള ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടി എല്ലാ ചിന്തകൾക്കും അതീതമായി ഒരേ മനസ്സോടെ നമ്മുടെ പൊന്നാനി ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു മഹത്തായ സദസ്സാണിവിടെ. തീർച്ചയായും നമ്മുടെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കും. ഇതിനു മുമ്പും നമ്മുടെ പൊന്നാനി ഇത്തരത്തിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് പൂർണ്ണമാക്കിയ ഒരു ആത്മവിശ്വാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ സഹായ ഹസ്തത്തിൽ എല്ലാ രീതിയിലും പിന്തുണച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ സഹോദരിയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചികിത്സയുടെ സഹായം ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു രോഗിയെ
സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നമ്മളൊരു മെസ്സേജ് വിട്ടാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് നന്നായി ഫണ്ട് വന്നിരുന്നു. ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധികളിലും പ്രയാസത്തിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരായ നമ്മൾ ഒറ്റക്കെട്ടായി അരക്കെട്ട് മുറുക്കി നമ്മുടെ സഹോദരിയുടെ, നമ്മുടെ കൂടപ്പിറപ്പിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ത്യാഗമാണ് ഇത് എന്ന ഉറച്ച മനസ്സോടുകൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ ആൾരൂപമായി നിൽക്കുന്ന ഈ പൊന്നാനി, ആ പൊന്നാനിയുടെ ആ കഴിഞ്ഞകാല പൈതൃകം നമ്മുടെ മുന്നിലുണ്ട്. ഏത് ഘട്ടത്തിലും ഒന്നിച്ചു നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ജാതി മത ഭേദമന്യേ ഒന്നിച്ചു നിന്നുകൊണ്ട് മനുഷ്യരുടെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണ് എന്ന ആ വലിയ സന്ദേശം നൽകാറുള്ള പൊന്നാനിയുടെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മലയാളികൾ ഇങ്ങനെയാണ്. എന്തെങ്കിലും വിഷയം വന്നാൽ ഒറ്റക്കെട്ടായി നിൽക്കും. അവിടെ ജാതി മത രാഷ്ട്രീയമൊന്നും ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുക. അതിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മുടെ ഒരു സഹോദരിക്ക് ഇങ്ങനൊരു അസുഖം വന്നപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഫണ്ട് പിരിക്കാനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. വളരെ ത്യാഗം, രാപ്പകലില്ലാതെ പ്രവർത്തിച്ചവരുണ്ട്. തീർച്ചയായിട്ടും ഇത് വമ്പിച്ചു കഴിഞ്ഞാൽ അവരെ 24 ലക്ഷം രൂപ ഓപ്പറേഷന് മാത്രം വരും. അത് കഴിഞ്ഞാൽ വലിയൊരു സംഖ്യ വരും. ഈ കിഡ്നി കൊടുക്കുന്ന വ്യക്തിക്ക് വലിയ ചിലവ് വരും. അപ്പം മൊത്തത്തിൽ ആ സംഖ്യ തീർച്ചയായിട്ടും ഞങ്ങൾ പിരിച്ചുണ്ടാക്കും. വലിയ സംഖ്യ ഇപ്പോൾ ഇവിടുന്ന് പിരിച്ച് കിട്ടി, പോലെ ഫണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഓഫർ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഓഫർ ചെയ്യും. അവരറിയുന്ന അവരെ കുടുംബക്കാർക്കും അവരെ ഗ്രൂപ്പുകൾക്കും ഇത് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു സംഖ്യ ഇതിനു വേണ്ടി പിരിക്കാൻ നിങ്ങളുടെ ഭാഗത്തുള്ള എല്ലാവിധ സഹായം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തൊട്ടടുത്തുള്ള ചാണ റോഡിലെ സാജിദയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റി ഇത് ഏറ്റെടുത്തത് നമ്മുടെ മുമ്പിലുള്ള ഈ നാട്ടുകാരെ കണ്ടിട്ടാണ്. തീർച്ചയായും മനസ്സരിവുള്ള ഒരാളുടെ വേദന കണ്ടാൽ അവരവരുടെ ഹൃദയം വേദനിക്കുന്ന ആളുകളാണ് നമ്മുടെ പൊന്നാനിക്കാർ. കഴിഞ്ഞ കാല അനുഭവങ്ങൾ അത് തെളിയിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് വലിയൊരു സംഖ്യ നമ്മുടെ ക്യാബിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സംഭരിച്ചത്. തീർച്ചയായും ഈ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ തുക ശേഖരിക്കാൻ കഴിയും. തീർച്ചയായും ഇവിടെ പങ്കെടുത്ത എല്ലാവരും അവരേറ്റെടുത്ത അവരെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് നമ്മൾ ഇറങ്ങിത്തിരിച്ച ഈ പരിപാടിയിൽ ഇനി ഒരിക്കലും നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾക്ക് വിരാമിടുന്നു. അസ്സലാമു അലൈക്കും. ഇനി ആരെങ്കിലും ഷെയറുകൾ തരാണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇന്ന് തന്നെ ഷെയർ തരണമെന്നില്ല. ഓഫർ ചെയ്ത് ഒരാഴ്ചയോ 10 ദിവസം കഴിഞ്ഞിട്ടോ ഗ്രൂപ്പിൽ പിരിച്ചിട്ട്, നിങ്ങളെ കൈമെന്ന് ആരും തരണ്ട, ഗ്രൂപ്പിൽ പിരിച്ചിട്ട് പിന്നെ തന്നാൽ മതി. നമ്മളെ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ആ സ്റ്റാറ്റസ് ഇല്ലേ, അത് നെക്കിക്കഴിഞ്ഞാൽ ഒരു പൈസ ഓപ്പൺ ആവണ രംഗം കാണാം അല്ലേ. ഇതിൽ പറ്റുന്ന ആൾക്കാർക്ക് 100 റുപ്യ 50 റുപ്യ കയ്യിലേക്ക് എന്താകാം ഇടാൻ പറ്റുന്ന